ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ പ്ലഷർ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിന് ഭാഗമായിട്ട് നമ്മൾ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചത്. നമുക്ക് ബാക്കിലെ ബ്രേക്സ് നമുക്ക് ഇത് ക്ലീൻ ചെയ്തിടാം. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കിലെ ബ്രേക്സ് ക്ലീൻ ചെയ്തിടാം. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് നിന്നിപ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. എൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും വേരിയേറ്റർ ബോഡി ആയാലും വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സെൽഫ് അടിക്കുമ്പോൾ ഒരു സൗണ്ട് വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ക്രാങ് ഔട്ടായിരിക്കണം, ബെൻഡായിരിക്കണം. ചെറിയൊരു ബെൻഡ് കാണിക്കുന്നുണ്ട് ഈ ക്രാങ്. തിരിക്കുമ്പോൾ നമുക്ക് ഇടാം. തൽക്കാലം നമുക്കിത് പുറമേ നിന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് ആ സൗണ്ട് മാറ്റാൻ പറ്റുമോ നോക്കാം. ഫുള്ളായിട്ട് സൗണ്ട് മാറണമെങ്കിൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് എഞ്ചിൻ അയച്ചിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ്, ലൈറ്റ് വർക്കാണ്. തൽക്കാലം നമുക്ക് പുറമേ നിന്ന് ചെയ്ത് നോക്കാം. വീണ്ടും സൗണ്ട് റിപ്പീറ്റ് വീണ്ടും സൗണ്ട് കൂടുതൽ കാണിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ അയച്ചിട്ട് ലൈറ്റ് വർക്കിൽ ചെയ്യേണ്ടി വരും കേട്ടോ. അതിൻ്റെ ബെൽറ്റായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബെൽറ്റ് നല്ല ബെൽറ്റാണ്. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിടാം. പ്ലഗ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്നു. സെൽഫ് ഇടയ്ക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അതിന് ഇടയ്ക്ക് സെൽഫ് മോട്ടറിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. ഈ ക്രാങ് ഔട്ടിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുക. അതൊക്കെ സെൽഫ് സംബന്ധമായിട്ടുള്ളൊരു പ്രശ്നങ്ങളാണ് അതൊക്കെ. അതുപോലെ ബെൻഡെക്സ് യൂണിറ്റിന് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ ബാറ്ററി തന്നെ ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 2022 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അല്ല 2022 2021 മോഡൽ ബാറ്ററി. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.96 വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റും ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഉണ്ട്. അതുപോലെ സെൽഫ് മോട്ടറിൻ്റെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. അതുപോലെ ക്രാങ്ക് ഔട്ടായൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു സെൽഫ് സംബന്ധമായിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആണത്. ചെയ്യുമ്പോൾ ആദ്യം ബാറ്ററി മാറ്റി വെച്ച് നോക്കുക. റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ മോട്ടർ മാറ്റുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. തൽക്കാലം മാക്സിമം ഉപയോഗിക്കുക. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ബുഷ് സെറ്റൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. ഷോക്കപ്പിൻ്റെ ബുഷ് നമുക്ക് രണ്ടും മാറ്റണം. അതുപോലെ ലിങ്ക് ബുഷ് നമുക്കൊന്ന് ഗ്രീസ് ചെയ്തിടാം. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതൊന്ന് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ബ്രേക്സ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബ്രേക്സ് നമുക്കത് ക്ലീൻ ചെയ്തിടാം. പിന്നെ വണ്ടി പിക്കപ്പിൻ്റെ ലോ ഒക്കെ പറഞ്ഞിരുന്നു. പിക്കപ്പ് ലോ കാണിക്കുന്നത് മെയിനായിട്ട് നമുക്ക് നിലയിൽ ഓടിച്ച് നോക്കിയപ്പോൾ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഹെഡിലുള്ള കരിയുടെ അളവിൻ്റെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. ഹെഡിലുള്ള കാർബണിൻ്റെ അളവ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയ കുറവ് കാണിക്കും നമുക്ക്. അപ്പോൾ അതുകൂടി ചെയ്തു പോയി കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്താ പറഞ്ഞാൽ നമുക്ക് ഓരോ 30,000 കിലോമീറ്ററിലും ഹെഡ് DC ഡീകാർബണേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സർവീസിനൊക്കെ വയ്ക്കാൻ നേരത്തെ അതും കണക്കൂട്ടിയിട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതും കൂടി തരും. അത് നമുക്ക് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ഏകദേശം 2-3 ദിവസം താമസം വരും. ആ വർക്കിൽ തന്നെ ചിലപ്പോൾ ക്രാങ്ങിൻ്റെ സൗണ്ട് വീണ്ടും റിപ്പീറ്റ് കാണിക്കുകയാണെങ്കിൽ ആ വർക്ക് ഫുള്ളായിട്ട് ചെയ്തു പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ആ ഭാഗം ക്ലിയറായി കിട്ടും. പിന്നെ എഞ്ചിൻ ഓയിൽ അത് കുറച്ച് കുറവുണ്ട്. അത് നമുക്ക് ടോപ്പപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി.